മുദ്ദ് എങ്ങനെയാണ് നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ അരി വാരേണ്ടത്? നമ്മളെ അളവിന്റെ മുദ്ദ് പാത്രം എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ. ആ മുദ്ദ് പാത്രത്തിൽ നിറക്കുക. സാധനം പോലെ തന്നെ നിറച്ചിട്ട് ഇത് അതിയാകും ബടിക്കുന്ന പറഞ്ഞത്. ഈ ബടിക്കുന്ന സിസ്റ്റത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊരു പൈപ്പിന്റെ കാരണം ആയിരിക്കും. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചപ്പാത്തി വരുത്തുന്നതാണ്. അങ്ങനെ എടുത്തിട്ട് നേരെ ഈ രീതിയിൽ ഇതാ ഇങ്ങനെ ഒന്ന് നേരെ പിടിച്ചിട്ട് വലിച്ചു കൊടുക്കുക. രണ്ടു ഭാഗത്തും എത്തുന്ന രീതിയിലുള്ളൊരു കുറച്ച് വിൽപ്പോലൊക്കെ ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ടാച്ചർ സഞ്ചിയിൽ സാധനമാണ് നമ്മൾ മാറ്റി വെക്കുക. ഇങ്ങനെ 4 എണ്ണം ആണ് ഒരു സാൾ. അപ്പോൾ ഒരാളുടെ ഫിത്ർ സക്കാത്തിന്റെ അരി 4 ആണ്. ഏകദേശം 3 കിലോനാണ് വരുന്നുണ്ട്. 3 കിലോയിൽ അധികം വരുന്നുണ്ട്. ചെറുതിൽ 3 കിലോനാണ് വരുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഈറ്റ 4 എണ്ണത്തിലെടുക്കുക. അപ്പോൾ ഒരുപോലെ 10 ആളുണ്ടെങ്കിലോ ഈറ്റ 40 എണ്ണം വേണം. കാരണം ഇത് മുദ്ദിന്റെ പാത്രമാണ്. നമ്മൾ കോഴിക്കോടെല്ലാം കിട്ടും സാധനം. ഇല്ലെങ്കിൽ നമ്മൾ അയൽവാസികളോട് ചോദിച്ചാൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട സുന്നിയുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഈറ്റാത്ത 4 എണ്ണമാണ് ഒരു സാൾ. ആ രീതിയിൽ എന്താണോ അളന്ന് കൊടുക്കട്ടോ. നമ്മളെ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാലില്ല. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ തന്നെ അളന്ന് ഒരു പാത്രത്തിലാന്ന് എന്ത് ചെയ്യാനും ഇതിൽ തന്നെ ഇതേപോലെ തന്നെ പഠിക്കലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ വടി പഠിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിതുപോലത്തെ പാത്രത്തിൽ സുഖമായിട്ടിടുന്നത്. ഇത് ഞാൻ അരി ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കാം. ചിലർക്ക് നല്ല പൊന്നിയരി കൊടുക്കാം. ഏതാണോ നല്ല ഭക്ഷണം അത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇൻഷാ അല്ലാഹ്.